ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ടാനീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സിംഗിൾ പ്ലേറ്റഡ് സാരി എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യുന്നതെന്നും അതിൻ്റെ കൂടെ ഒരു ചെറിയ ഗെറ്റ് റെഡിയും കൂടെ കാണാം കേട്ടോ. സിംഗിൾ പ്ലേറ്റഡ് സാരി ഡ്രേപ്പ് ചെയ്യാൻ ഒരു 5 മിനിറ്റ്സ് മാത്രം മതി. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സിൽ എങ്ങനെയാണ് സാരി ഉടുത്ത് സുന്ദരിയായി പോകാൻ പറ്റുകയെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിയാസിൻ സിറം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു ഫേസിൽ. അതിനുശേഷം ഞാൻ ഒരു ലിപ്പ് ഓയിൽ അപ്ലൈ ചെയ്തു. ഞാൻ ആ ലിപ്പ് ഓയിലിനെ കുറിച്ച് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഐ എം യൂസിങ് മൈ കറൻറ്റ് ഫേവറേറ്റ് സൺസ്ക്രീൻ. ദിസ് ഇസ് ഫ്രം ഗുഡ് വൈബ്സ്. ഗുഡ് വൈബ്സിൻ്റെ സിക്ക സൺസ്ക്രീൻ ആണ്. നോൺ സ്റ്റിക്കി ആൻഡ് നോൺ ഗ്രീസി. ഇറ്റ് ബ്ലെൻഡ് സോ ഫാസ്റ്റ്. അത് അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എൻ വൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീമാണ്. ഇത് നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ഗ്ലോ തരും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൈ റൂംമേറ്റ് റിയലൈസ് ദറ്റ് ഷീസ് കമ്മിങ് ഇൻ ദ വീഡിയോ. അപ്പോൾ അവൾ എഴുന്നേറ്റ് പോയി. എന്നിട്ട് ഞാൻ നമ്മുടെ മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലർ യൂസ് ചെയ്തു. എൻ്റെ ഷെയ്ഡ് ഹണി ആണെന്ന് തോന്നുന്നു. അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിനകത്തുനിന്നൊരു ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മേളിൽ അപ്ലൈ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഐ എം യൂസിങ് എ കോപ്പർ ഷിമ്മർ ഷെയ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു ലൂസ് പൗഡർ വെച്ചിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത്. എനിക്ക് കോമ്പാക്റ്റ് സെറ്റ് ആവത്തില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ, ദിസ് ഇസ് ഫ്രം മാർസ് പ്രിസൈസ് ഐബ്രോ പെൻസിൽ, അത് വെച്ച് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കോംബ് ചെയ്ത് കൊടുത്തു. ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. എനിക്കിതിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് സൂഡിയോൻ്റെയാണ്. പക്ഷേ അത് ഭയങ്കര ഡ്രൈ ആയിപ്പോയതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഞാൻ സൂഡിയോയുടെ തന്നെ ഐ മാർക്കർ പെൻസിൽ ഞാൻ എടുത്തിട്ട് ഐ ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഇത് രണ്ടും രണ്ട് സൈസായിപ്പോയി. പക്ഷെ സംഹൗ ഐ കവേർഡ് ഇറ്റ് അപ്പ്. അതിനുശേഷം നമ്മുടെ എൻ വൈബയുടെ ഐ ലവ് മസ്കാര അപ്ലൈ ചെയ്തുകൊണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് വോള്യൂമനൈസിങ് ആൻഡ് ലെങ്ത് തരുന്ന ഒരു മസ്കാരയാണ്. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫ്രം പേർപ്പിൾ. ഇത്രയായില്ലേ, ഇനി നമുക്കൊരു ചെറിയ ഗ്യാപ്പ് എടുക്കാം. ഫേസ് ഒന്നെല്ലാം സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സാരി ഉടുക്കാൻ തുടങ്ങാം. നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കുവാണ്. നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ദിസ് വീഡിയോ. നമ്മളുടെ സ്കേർട്ട് ഇട്ടു. ഞാൻ ബ്ലൗസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് വൈറ്റ് ഹീൽസ് ഞാൻ ഇട്ടു. ദെൻ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഡ്രേപ്പിംഗ് ദി സാരി. ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എൻഡ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു റൗണ്ട് ഫുൾ നമ്മൾ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കംപ്ലീറ്റ് റൗണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്ന പ്ലീറ്റ്സ് ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്ത് ഒന്ന് റഫായിട്ടൊന്ന് ടക്കിൻ ചെയ്തിട്ട് നമ്മുടെ ഷോൾഡർ പോർഷനിലേക്ക് നമ്മുടെ പല്ലു എത്ര ലെങ്ത് വേണമെന്നും കൂടെ നോക്കിയിട്ട് അതും കൂടെ കറക്റ്റ് ലെങ്ത് എടുത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കൊന്ന് വെച്ച് നോക്കണം നമ്മുടെ ലെങ്ത് പ്രോപ്പർ ആണോ എന്ന്. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ റഫായിട്ട് ടക്കിൻ ചെയ്തത് എടുത്തിട്ട് നീറ്റായിട്ട് പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ. എനിക്ക് അറൗണ്ട് 8 to 9 പ്ലീറ്റ്സ് വന്നു. കാരണം സാരിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു. ഇത് ശ്രേയുടെ സാരിയാണ്. എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് അത് ടക്കിൻ ചെയ്ത് കൊടുത്തു. ദെൻ വി ഹാവ് ടു സെക്യൂർ ദാറ്റ്. നമ്മൾ പിന്ന് കുത്തണം. പിന്ന് കുത്തുന്നതിന് മുന്നേ നമ്മുടെ ആ സൈഡിൽ പ്ലീറ്റ്സ് വരില്ലേ, പേസ്റ്റിൻ്റെ സൈഡിൽ, അത് നമ്മൾ അകത്തുനിന്ന് വലിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം, റോൾ ചെയ്തിട്ട് നമ്മളൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, ദിസ് ഇസ് ഹൗ ഇറ്റ് വിൽ ലുക്ക്. പക്ഷെ സിംഗിൾ പ്ലീറ്റ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷോൾഡറിൻ്റെ സൈഡിലുള്ള പ്ലീറ്റ് നമ്മൾ എൽബോൻ്റെ അവിടുന്ന് നന്നായിട്ട് വീണ്ടും പ്ലീറ്റ്സ് എടുത്തിട്ട് ബ്ലൗസിൻ്റെ, അതായത് ലെഫ്റ്റ് സൈഡ് ബ്ലൗസിൻ്റെ താഴെയായിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണാം. ഈ കമ്മൽ ഈ സാരിക്ക് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് കമ്മൽ ഇട്ട് കുറച്ച് ഹെവി ആയിരുന്നു. ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ എങ്ങനെ ടൈ ചെയ്യുന്നതെന്ന് എനിക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം സിമ്പിൾ ആൻഡ് ഒരു ക്ലാസി ലുക്കാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത്. ഗൈസ്, ഈ ഒരു ഹെയർ സ്റ്റൈൽ വളരെ സിമ്പിളാണ്. ഞാനൊരു സൈഡ് പാർട്ടീഷൻ എടുത്തു, ഫ്രണ്ടിൽ കുറച്ച് സ്ട്രാൻഡ്സ് വിട്ടു, എന്നിട്ട് ബാക്കിലേക്ക് ഞാൻ എടുത്തിട്ട് ഒരു ഫ്ലവർ ക്ലിപ്പ് വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്യുക ചെയ്തത്. എങ്ങനെയാ, ഇഷ്ടപ്പെട്ടോ? സിമ്പിൾ ആൻഡ് ക്വിക്ക്. അപ്പം മുടിയൊക്കെ കെട്ടി. ഇനി ഞാൻ പൊട്ട് കുത്തണോ വേണ്ടയോ എന്നാണ് ആലോചിച്ച്. പിന്നെ ഞാൻ പൊട്ട് കുത്തു നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
എന്നാൽ പിന്നെ പൊട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ടാണ് നമ്മുടെ മെയിൻ പാർട്ട് ഓഫ് ദ സാരി, ലിപ്സ്റ്റിക്. സോ ലിപ്സ്റ്റിക്ക് ഏതിടണമെന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് ഇടാമെന്ന്. അപ്പോൾ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി സ്വിസ് ബ്യൂട്ടീൻ്റെ ബർഗണ്ടി ഷെയ്ഡ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ സ്റ്റേസ് ബ്യൂട്ടിയുടെ ലിപ് ക്രയോണാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല. ഡാർക്ക് ഷെയ്ഡ്സ് എന്തായാലും ഇതിന് മാച്ച് ആവത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരും. അങ്ങനെ ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. വിൻറ്റേജ് സീരീസിൽ വരുന്ന കാസിയോൻ്റെ വാച്ച് പെയർ ചെയ്തു, റോസ് ഗോൾഡ് വാച്ച്. സോ ഇറ്റ് വാസ് ആക്ച്വലി ഗോയിങ് വെൽ വിത്ത് ദ സാരി. സോ ഗൈസ്, ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഈ ഒരു ലുക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പ്ലീസ് ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വോയിസ് കുറച്ച് ലാഗായി എന്നറിയാം, ബിക്കോസ് ഐ എം ഹാവിങ് very bad cough and cold, guys. I'll add some pictures as well. So see you on my next video. Thanks for watching. Bye. Please do like and comment on this video. If you find this video useful, then share it to your friends. Bye.